ഞാനേ ഒരിടത്ത് തോറ്റ കഥ പറയാനാണ് വന്നത് കേട്ടോ. അത് ഒരു ഇൻ്റർവ്യൂവിന് ഞാൻ പോയപ്പോൾ ആ ഇൻ്റർവ്യൂവിൽ അവരെന്നെ ഇൻ്റർവ്യൂ ചെയ്യുന്നതിന് മുമ്പ് തന്നെ ഹി ലുക്ക്ഡ് അറ്റ് മൈ സി വി. അന്നൊക്കെ സി വി മാത്രമേ ഉള്ളൂ, റെസ്യൂമി ആയിട്ടില്ല എനിക്ക്. ബിക്കോസ് സി വി ആൻഡ് റെസ്യൂമി യു നോ ദ ഡിഫറൻസ് റൈറ്റ്. സി വിയിൽ നമ്മുടെ ഓൺലി നമ്മളുടെ അക്കാഡമിക് അക്കംപ്ലിഷ്മെൻറ്റ്സ് മാത്രമേ ഉണ്ടാവുള്ളൂ. ബിക്കോസ് ഇറ്റ് ഈസ് എ റോ സി വി അല്ലേ. ഐ ഡോണ്ട് ഹാവ് എക്സ്പീരിയൻസ് വന്നു കഴിയുമ്പോഴല്ലേ അത് റെസ്യൂമേ ആവുന്നത്. സോ ഐ സബ്മിറ്റഡ് മൈ സി വി ആൻഡ് അവർ നോക്കിയിട്ട് പറഞ്ഞു, നോ വി ആർ നോട്ട് ഗോയിങ് ടു ഗിവ് യു ദിസ് ജോബ്. ആ മാനേജർ എന്നോട് പറഞ്ഞാണ്. ഐ ഫെൽറ്റ് ലൈക്ക് അയ്യോ അങ്ങനെ. പേടിക്കണ്ട കുട്ടി, യു ആർ എ ലോയർ, വൈ ആർ യു കമ്മിങ് ഹിയർ ഫോർ എൻ അഡ്മിൻ ജോബ്. അഡ്മിൻ ജോബ് കുഴപ്പമായതുകൊണ്ടല്ല കേട്ടോ ഞാൻ പറയുന്നത്, അത് നല്ല ജോലിയൊക്കെ തന്നെയാണ്. പക്ഷേ എൻ്റെ ആ ഒരു അന്നത്തെ ഒരു അവസ്ഥയിൽ ഞാൻ LLB പഠിച്ചിട്ട് എന്തിനാണ് അങ്ങനെ വന്ന ഒരു റൂമിൽ ഇരിക്കുന്നത് എന്നാണ് അദ്ദേഹം ഉദ്ദേശിച്ചത്. ഹി പോയിന്റഡ് ടുവേർഡ്സ് ദി സൈഡ് വെർ ഹൈക്കോർട്ട് വാസ് സ്റ്റാൻഡിങ്, ചെന്നൈയിൽ. അവിടെയാണ് കുട്ടി പോകേണ്ടത്. അവിടെ ചെല്ലൂ. അവിടെ ചെന്നിട്ട് ഇതേപോലെ ചെറിയ ശമ്പളമാണെങ്കിലും യു സ്റ്റാർട്ട് യുവർ ഗ്രോത്ത് ഓവർ ദർ. ഞാൻ പറയുന്നു, ആ ഫെയിലിയർ ഇല്ലേ അന്ന് അവിടെ എനിക്ക് തോന്നിയത്, ഞാൻ തോറ്റുപോയല്ലോ ഇൻ്റർവ്യൂവിന്, ആ ഫെയിലിയർ അല്ലേ എനിക്ക് സ്റ്റെപ്പിംഗ് സ്റ്റോൺ ആയത്. നിങ്ങൾക്കും ഇതുപോലെയുള്ള കഥകളൊക്കെ ഉണ്ടാവില്ലേ? ഞാൻ ഇങ്ങനെ ഓരോരോ കഥകൾ പറയുന്നതിൽ നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ യെസ് എന്നൊന്ന് പറയണം കേട്ടോ. കാരണം അല്ലെങ്കിൽ ചിലർ പറയും ചേച്ചിയുടെ കഥകളൊന്നും കേൾക്കാനല്ല ഞങ്ങൾ ഇരിക്കുന്നതെന്ന് ചിലപ്പോൾ പറഞ്ഞേക്കാം. ഇതൊരു ഇൻസ്പിറേഷൻ ആയിട്ട് തോന്നുന്നുണ്ടെങ്കിൽ വൈ ഡോണ്ട് യു സേ യെസ് ടു മീ. അതർവൈസ് പറ എനിക്ക് താല്പര്യമില്ല ചേച്ചി എന്ന് പറഞ്ഞോളൂ. അത് എത്ര പേര് പറയുന്നുണ്ടോ അതനുസരിച്ച് ഞാൻ എൻ്റെ കഥകൾ ഓരോന്ന് ഒരു മിനിറ്റിൽ പറയാവുന്നത് പറയാമെന്ന് വിചാരിക്കുന്നു. സോ ദാറ്റ് വാസ് മൈ സ്റ്റെപ്പിംഗ് സ്റ്റോൺ ടു ദ വിക്ടറി വിച്ച് ഐ വാണ്ടഡ് ടു. കാരണം എനിക്ക് ഒരു നല്ല ലോയർ ആകണം തന്നെയായിരുന്നു ആഗ്രഹം. സോ ഒരു സ്റ്റെപ്പിംഗ് സ്റ്റോൺ എവിടെയെങ്കിലും ഒന്ന് ആരംഭിക്കണ്ടേ അല്ലേ? അത് ആ ഫെയിലിയറിൽ നിന്നായിരുന്നു ആരംഭിച്ചത്. ഓക്കെ, ചിയേഴ്സ്.